LDFന് ചിന്തിക്കാനുള്ള മാർജിൻ വെച്ചൊരു തെരഞ്ഞെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടമായിട്ടില്ല എന്ന LDF ന്യായം ഇവിടെ 8 നിലയിൽ പൊട്ടി. 99 എന്ന മാജിക് നമ്പർ 98ലേക്ക് വീണു. LDFിൽ നിന്ന് നിലമ്പൂർ മണ്ഡലം UDF പിടിച്ചെടുത്തു. ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് UDFിന് മുഴുവൻ പ്രവർത്തകരുടെയും ഏറ്റവും വലിയ ആവശ്യമായിരുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെയുള്ള ഒരു ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാവണമെന്ന വാശിയും വീറോടും കൂടിയുള്ള പ്രവർത്തനം, അതിൻ്റെ കൃത്യമായ ഫലമുണ്ടായി. വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് M സ്വരാജിനെ പരാജയപ്പെടുത്തി. അവിടെ തീരുന്നതല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയവും സന്ദേശവും. ഒരു പതിറ്റാണ്ട് നീണ്ട ഇടതുബന്ധം അവസാനിപ്പിച്ച് യുദ്ധം പ്രഖ്യാപിച്ചു PV അൻവർ. 9 വർഷം MLA ആയിരുന്ന അൻവർ ഒരൊറ്റ ദിവസം കൊണ്ട് രാജിവെച്ചിറങ്ങി. അൻവറിനെ അതിനു മുൻപേ CPM തള്ളിക്കളഞ്ഞിരുന്നു. പല വഴികൾ നോക്കി PV അൻവർ. തൃണമൂൽ കോൺഗ്രസിൽ ചേക്കേറി. പാതി തുറന്നിട്ട വാതിൽ വഴി UDF പ്രവേശനം കാത്തിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഉപതെരഞ്ഞെടുപ്പ് തീയതിയായി. UDF സ്ഥാനാർത്ഥിയെ അൻവർ പ്രഖ്യാപിച്ചു. VS ജോയ്. ആര്യാടൻ ഷൗക്കത്തെന്ന് തിരുത്തി കോൺഗ്രസ് നേതൃത്വം. നിലമ്പൂരിന്റെ മണ്ണറിയുന്ന കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി LDF മുന്നോട്ട് വെച്ചു. ഉപാധികളിൽ കരളലിയാത്ത UDF നേതൃത്വത്തോട് പിണങ്ങി പിണറായിസവും സതീഷിനസവും പറഞ്ഞ് അൻവർ സ്വയം സ്ഥാനാർത്ഥിയായി. പഴയ കേരള കോൺഗ്രസുകാരൻ മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിത്വം മുതൽ വോട്ടെണ്ണൽ തലേന്ന് വരെ സംഭവബഹുലമായൊരു തെരഞ്ഞെടുപ്പ്. നിങ്ങൾ എങ്ങനെ തോറ്റെന്നും എങ്ങനെ ജയിച്ചെന്നും വിലയിരുത്തപ്പെടുന്ന വിധി. ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് അല്ല. നിലമ്പൂരിൽ പിണറായി സർക്കാരിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച 65,000-ൽ പരം വോട്ടുകൾ കുറച്ച് ബാക്കി 1,00,000-ൽ പരം വോട്ടുകൾ ഈ സർക്കാരിനെതിരാണ്. എങ്ങനെ തോറ്റു? നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുകയാണ്. അപ്പോൾ വിജയിയായ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനി കുറഞ്ഞ കാലമാണെങ്കിലും അദ്ദേഹത്തിന് MLA എന്ന നിലയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത്. വികസന കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട്. അത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പരാജയം പാർട്ടി സംവിധാനത്തിന് കൂടി പഴി കേൾക്കാനുള്ള വകുപ്പാണ്. എന്താണ് ഇത്തരത്തിലുള്ളൊരു ഫലം ആയത്? അത് എന്തെല്ലാം ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു റിസൾട്ട്
LDF ജയിക്കാൻ കഴിഞ്ഞേക്കുമെന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് LDF ജയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം പരിശോധിക്കും. തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ RSSുമായി കൂട്ടുകൂടിയെന്ന പ്രസ്താവന കിട്ടുമായിരുന്ന 5000 വോട്ടിന്റെയെങ്കിലും കടക്കൽ വെട്ടിയില്ലേ? ഞാനത് ഗുണം ചെയ്യാനോ ഉള്ള ഒരു പ്രയോഗമായിട്ട് പറഞ്ഞതല്ല. അത്രയും ചരിത്രം പറഞ്ഞു മാത്രമേ, ഒരു ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞു മാത്രമേ. ഇനി എങ്ങനെ UDF ജയിച്ചു എന്ന് ചോദിച്ചാൽ അതിനുമുണ്ടൊരു മാസ്റ്റർ ക്ലാസ് മറുപടി. ഇപ്പോൾ എടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുമ്പും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി, ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. തോറ്റിട്ടും ജയിച്ചു നിൽക്കുന്നത് PV അൻവർ എന്നൊരു നേതാവാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പിടിച്ചത് UDFന്റെയും LDFന്റെയും 20,000 വോട്ട്. 16,000 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ തവണ അവിടെ സ്വതന്ത്രൻ്റെ സ്വാധീനം കൂടെ ചേർന്നിട്ടാണ് ജയിക്കാൻ കഴിഞ്ഞത്. ആ സ്വതന്ത്രൻ തൻ്റെ സ്വാധീനം പ്രത്യേക സ്ഥാനാർത്ഥിത്വത്തോടുകൂടി 20,000-നകത്ത് വോട്ട് പിടിച്ച് അദ്ദേഹം ആ വോട്ട് മാറ്റി എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. വാതിലടച്ചവരോട് വാതിൽ തുറന്നിടാൻ പ്രഖ്യാപിച്ചാണ് അൻവറിന്റെ വരവ്. എന്നല്ല, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നമുക്കെന്ത് കരുത്താ? ജനങ്ങളുണ്ടപ്പോൾ നല്ല കരുത്തുണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പച്ചയായ സത്യം നിലമ്പൂരിൽ ജനങ്ങൾക്കത് മനസ്സിലായി. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയുന്ന കാര്യം. MMSന്റെ അംഗങ്ങൾക്ക് UDF പ്രവേശനം അല്ലെങ്കിൽ അത്തരമൊരു പരിഗണന ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതുമായിട്ട് മുന്നോട്ട് പോയതായിരുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ VD സതീശൻ തടസ്സം നിന്നു എന്നാണ് പുറത്തു വന്ന ഒരു കഥ. ഡിക്ലെയർ ചെയ്തില്ല. അദ്ദേഹത്തോട് എന്നായിട്ട് സംസാരിച്ചുമാണ്. ആ ഡിക്ലറേഷൻ അനന്തമായി നീണ്ടുപോയി. ഈ 2,000 വോട്ട് അല്ലെങ്കിൽ 3,000 വോട്ട് മാത്രമേ അൻവർ നേടുള്ളൂ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവർ. അവരോടെന്താ പറയാനുള്ളത്? അവരോടൊന്നും പറയാനില്ല. അപ്പോൾ അത് കണ്ടല്ലോ, അവരാലോചിക്കട്ടെ. VS ജോയിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ കുറച്ചുകൂടി മികച്ച വിജയം ഉണ്ടാകുമായിരുന്നു. 50,000 വോട്ട് കേൾക്കാം. ഞാൻ 30,000 എന്നാണല്ലോ പത്രത്തിൽ പറഞ്ഞത്. ഇതൊരെല്ലാം കൂടെ ഒറ്റ ഇമ്പാക്റ്റ് ആകുമ്പോൾ 50,000 ക്രോസ് ചെയ്യും. അതായിരുന്നു ഞാൻ നയിക്കുക തെരഞ്ഞെടുപ്പ്. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട, ഒരു പൈസ ചിലവാക്കണ്ട, അത് ജനങ്ങളെ ഏറ്റെടുത്തോളൂ. കൈവെട്ടാൻ കരുത്തുള്ള കത്രികയോട് UDF സന്ധി ചെയ്യുമോ? ഇപ്പൊ BJP കാൻഡിഡേറ്റ് നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അദ്ദേഹം അവിടെ 9 വർഷക്കാലം MLA ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചൊരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന് കുറച്ച് ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പം ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു. കൂടാതിരുന്നല്ലോ. അല്ല, ഇനി എന്താണ് അത് ഞങ്ങൾ നമ്മളത് ചർച്ച ചെയ്ത് ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. തള്ളുവോ കൊള്ളുവോ എന്ന് ആലോചിച്ച് ചെയ്യും. അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. ചർച്ച ചെയ്യും. രാഷ്ട്രീയല്ലേ, ചർച്ച ചെയ്യാതിരിക്കുന്നതിന് എന്താ? അത് തുറക്കാമല്ലോ വാതില്. വാതിലിന് എന്തിനാ താക്കോലെന്തിനാ? ഈ വാതില് പണിയുന്നവർ താക്കോല് വെക്കുന്ന എന്തിനാ? വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. നോ കമന്റ്സ്. പരം വോട്ടിന് ജയിച്ചത് ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ തലവര മാറുന്നത് VD സതീശന്റേതാകും. അൻവറിനോട് നോ പറഞ്ഞും ജമാഅത്തെ ബന്ധത്തിൽ യെസ് പറഞ്ഞും സതീശൻ പുതിയ രീതികൾക്കാണ് തുടക്കമിട്ടത്. തോറ്റിരുന്നുവെങ്കിൽ ഉരുളുമായിരുന്ന ആദ്യ തലയും സതീശന്റേത് തന്നെയായിരുന്നു. അത് UDF എടുത്ത തീരുമാനമാണ്. അതിൻ്റെ എന്തെങ്കിലും ദോഷം വരുവാണെങ്കിൽ എൻ്റെ തലയിൽ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ്. അത് സതീശൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും കുഴപ്പം വന്നാൽ എൻ്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടായി വന്നിരുന്നത്. അത് UDFൻ്റെ തീരുമാനം. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നെടുത്ത തീരുമാനമാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടും ടച്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. ഓർമ്മയുണ്ട? ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് എന്താ കുറവ്? കണക്ക് മുഴുവൻ നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ വോട്ടാണ് ഞങ്ങൾക്ക്.
LDFിൻ്റെ വോട്ടോ എത്ര വോട്ട് പോയി? ഏകദേശം 15,000-ൽ അധികം വോട്ട് കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് തന്റെ പേര് എഴുതിയിട്ടൊരു രാഷ്ട്രീയ വിജയം. അത് ഞാൻ ആ ഒരു പദവി ഏറ്റെടുക്കുന്നില്ല. കാരണം അത് ശരിയല്ല, ആ അസസ്മെൻ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. ടീം UDFിൻ്റെ വിജയമാണ്. ടീം UDF. കാരണം ഇന്ത്യയിൽ മുന്നണി രാഷ്ട്രീയം ആരംഭിച്ചത് കേരളത്തിലാണ്. ഇന്ന് രാജ്യം മുന്നണി രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നത്. ആ മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ മാതൃകയാണ് കേരളത്തിലെ UDF. ടീം UDF മാറി. നിലമ്പൂരിൽ UDFന് ഉജ്ജ്വലമായ വിജയം നൽകിയ നിലമ്പൂരിലെ ജനങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇനിയും പിണറായി വിജയൻ രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ നിലനിർത്തുമായിരുന്നുവെങ്കിൽ നിലമ്പൂരിലെ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2 തവണയും LDF വിജയിച്ച സീറ്റായിരുന്നു നിലമ്പൂർ. ആ നിലമ്പൂർ സീറ്റാണ് ആര്യാടൻ ഷൗക്കത്ത് UDFന് വേണ്ടി തിരിച്ചു പിടിച്ചിട്ടുള്ളത്. ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായൊരു കാര്യമാണ്. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായുള്ള അതിശക്തമായ ജനവികാരത്തിന്റെ കുത്തൊഴുക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രതിപക്ഷത്തെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. നിയോജക മണ്ഡലത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും കൂട്ടായ പ്രവർത്തനം നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നതൊരു യാഥാർത്ഥ്യം. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിലയിരുത്തലാണ് ഈ തിരഞ്ഞെടുപ്പ്. വരാൻ പോകുന്നത് ഇനി സംസ്ഥാന തലത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അകത്തും ഇതേ തിരിച്ചടി ഇടതുപക്ഷത്തിന് കിട്ടും. നിലമ്പൂർ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ മറ്റ് പലതും പറഞ്ഞ് അവിടെ വോട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊന്നും അവിടെ വിലയില്ലാതായിരിക്കുകയാണ്. ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് UDFന് അവകാശപ്പെട്ട വോട്ടുകളാണ്. തുറന്നിട്ടുണ്ടോ അല്ല അടച്ചു തന്നെയാണോ ഇപ്പോഴും? ലീഗിന്റെ താല്പര്യം എന്താണ് കാര്യത്തിൽ? അത് UDF തീരുമാനിക്കേണ്ടതാണ്. അൻവറിന് നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. ഇനി സ്റ്റേഷനുകൾ ധാരാളം ഉണ്ടല്ലോ, എല്ലാവരും കയറിക്കും. ലീഗിന്റെ ശ്രമം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും UDF ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. 2026 അൻവർ കൂടി വേണം ഈ സംവിധാനത്തിൽ എന്നൊരാവശ്യം ഇപ്പോൾ ഉണ്ടോ? അതായത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ നമുക്ക് മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തണം. കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യത്തിന് വേണ്ടി അധികാരത്തിൽ വരണം. അതിനും മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും മുന്നണി ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആകാശത്തിന് താഴെയുള്ള എല്ലാ സംഗതികളും വരും. പക്ഷേ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഈ പറയുന്നതിനൊക്കെ വിലയിരുത്തും. നിലമ്പൂരിൽ തെളിഞ്ഞത് അതാണ്. കുറേ ആളുകൾ വന്നിട്ട് വർഗീയത പറയുന്നു, ജാതി പറയുന്നു, ജാതിക്കായിരിക്കും വോട്ട് എന്ന് പറയുന്നു. അവരൊക്കെ പറഞ്ഞു പോകുക എന്നല്ലാതെ അതൊന്നും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഭാവി ഭദ്രമോ എന്ന ചോദ്യവും നിലമ്പൂരിൽ ചർച്ചയായി. ചെറുപ്പക്കാരെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഷാഫി, രാഹുൽ, PK ഫിറോസ് അടക്കമുള്ള വിജയമാണ് ഇന്നിവിടെ. നിലമ്പൂരിനെ അറിയുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമാണ്. പ്രവർത്തകരുടെ ആവേശം കാണുമ്പോൾ കഴിഞ്ഞ 2 ടേമായിട്ട് നഷ്ടപ്പെട്ട നിലമ്പൂർ അത് തിരിച്ചു പിടിക്കുക എന്നത് നിലമ്പൂരിലെ മാത്രമല്ല മലപ്പുറത്തെ മുഴുവൻ UDFന്റെ പ്രവർത്തകരുടെ ഒരു വലിയ അഭിലാഷമായിരുന്നു. അതിന്റെ സാക്ഷാത്കാരം പോത്തുകലിൽ അടക്കം വലിയ ലീഡിലേക്ക് അവിടെ അത്രയും പ്രതീക്ഷിച്ചില്ല. എല്ലാ ആളുകളും പറഞ്ഞിരുന്നു നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യും. അതിൽ ഒരു എക്സെപ്ഷൻ വന്നത് 200 വോട്ട് കരുളായിൽ താഴെ പോയി.
നഗരസഭയിലൊക്കെ മൃഗീയ ഭൂരിപക്ഷമാണ്. നമ്മളോടൊക്കെ LDF നേതാക്കൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് കരുളായി, അതോടൊപ്പം തന്നെ പോത്തുകല്ല്, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയൊക്കെ ലീഡ് ചെയ്യുന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം അട്ടിമറിക്കപ്പെട്ടത്. ഞങ്ങളുടെ പ്രതീക്ഷകളൊന്നും അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സന്ദീപ് വാര്യർ കൂടി ചേരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുടനീളം സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഈ ഒരു വിജയം ഇത്രയാണോ പ്രതീക്ഷിച്ചത്, അതോ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഇതൊരു ഐതിഹാസിക വിജയമാണ്. 10 വർഷമായി LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അടക്കം 3 ദിവസം ക്യാമ്പയിൻ ചെയ്തു. എല്ലാ മന്ത്രിമാരും വീടുകൾ കയറി ഇറങ്ങി വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്നിട്ടും അത്യുജ്വലമായിട്ട് UDF ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ എല്ലായിടത്തും അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. കേവലം പിണറായി വിജയനെതിരായിട്ടുള്ള വികാരമല്ല, മരുമകനെതിരായിട്ടുള്ള വികാരം കൂടിയാണ് നിലമ്പൂരിൽ അലയടിക്കുന്നത്. ശ്രീ PC വിശ്വനാഥ് കൂടി ചേരുന്നുണ്ട്. ഈ ഒരു വിജയം വലിയ ആഹ്ലാദമായിരുന്നു. 9 വർഷത്തിന് ശേഷമുള്ള വിജയമാണ്. ഇതിപ്പോൾ 2026 ടീസർ അങ്ങനെയാണോ നിങ്ങൾ കാണുന്നത്? 2026 വിജയങ്ങളുടെ തുടക്കമാണ്. നിലമ്പൂര് LDFന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചു പിടിച്ചത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ്. നിലമ്പൂര് തുടങ്ങുകയാണ്. 2026 UDF കേരളത്തിൽ അധികാരത്തിൽ വരും. VS ജോയിയെ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജോയിയും വാഹനത്തിലേക്ക് കയറുകയാണ്. ജോയിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമായിരുന്നു. ജോയി എന്തെങ്കിലും തരത്തിൽ ഒരു മൗനം പാലിച്ചാൽ പോലും ഈ തിരഞ്ഞെടുപ്പിൽ അത് UDFനെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കിയേനെ. പക്ഷേ ആ മൗനം ഒരിക്കലും ഉണ്ടായില്ല. എങ്ങനെയുണ്ട് വിജയം? സ്വന്തം പഞ്ചായത്തിൽ പോത്തുകല്ലിലൊക്കെ വലിയ നേട്ടമാണല്ലോ. ശംസരാജിന്റെ LDF സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ സ്വന്തം തട്ടകത്തിൽ പോലും വിജയം നേടാൻ കഴിഞ്ഞു. ഭരണത്തിന്റെ എല്ലാ സംവിധാനങ്ങളും പ്രയോഗിച്ചു. 18 അടവും പയറ്റി, പച്ചവെള്ളം പോലെ പണമൊഴുക്കി പച്ച വർഗീയത പ്രചരിപ്പിച്ചു. 18 അടവും പയറ്റിയെങ്കിലും പിണറായി സത്തെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതൊരു ചെറിയ വിജയമല്ല. ഞങ്ങൾ കണക്ക് കൂട്ടി കൃത്യമായി പറഞ്ഞതാണ്. 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. CPMന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആവേശമുള്ള കാര്യമാണ്. ചാണ്ടിയുമ്മനെ വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാം. ഈ തെരഞ്ഞെടുപ്പിൽ UDF ക്യാമ്പിന് വലിയ ആവേശം പകർന്ന നേതാക്കളിൽ ഒരാളാണ് ചാണ്ടിയുമ്മൻ. അങ്ങനെ കോൺഗ്രസിന്റെ യുവനിര ഒന്നാകെ എനിക്കൊപ്പം ഈ വാഹനം കാണാൻ കഴിയുന്നുണ്ട്. ഷാഫി പറമ്പിലുണ്ട്, ചാണ്ടിയുമ്മനുണ്ട്, PC വിശ്വനാഥുണ്ട്, റിയാസ് മുക്കോളിയുണ്ട്, സന്ദീപ് വാര്യരുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. വലിയ ആവേശമാണ് നേതാക്കന്മാരും പ്രവർത്തകർക്ക് പങ്കുവയ്ക്കുന്നില്ല. എല്ലാവരും തോളിലേറി, പ്രവർത്തകരുടെ തോളിലേറിയാണ് ആവേശം വിതറി ഇവിടേക്ക് എത്തുന്നത്. ശിവരാജിന്റെ പഞ്ചായത്തിലടക്കം ലീഡ് ചെയ്യുന്നു. കേരളത്തിന്റെ മനസാക്ഷിയാണ് നിലമ്പൂരിൽ കണ്ടത്. ബാക്കിയെല്ലാം പിന്നെ പറയാം. അടുത്തത് കേരളം. ഇത് ട്രെയിലറാണ്, സിനിമ വരാനിരിക്കുന്നതേ ഉള്ളൂന്നാണോ? ഇത് ട്രെയിലറാണ്, സിനിമ വരാനിരിക്കുന്ന ഉള്ളതെന്നാണ്. സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടയോ എന്ന നിലമ്പൂരിലെ വോട്ടർമാരെ പരീക്ഷിച്ച BJPക്ക് കിട്ടിയത് 4ാം സ്ഥാനം. പുതിയ അധ്യക്ഷന്റെ ആദ്യ പരീക്ഷണത്തിന് കാതലില്ലാതെയായി. ഇനിയും പാട്ടു മത്സരങ്ങളുണ്ടെന്ന് മാത്രം ആശ്വസിക്കാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും എനിക്ക് വേണ്ടി വളരെ സജീവമായും ആത്മാർത്ഥമായും രംഗത്തിറങ്ങി. ഒരു വോട്ട് പോലും ചോർന്നു പോകാൻ യാതൊരു സാധ്യതയുമില്ല. പിന്നെ കുടിയേറ്റ മേഖലയിലെ കർഷകരുടെ വോട്ടുകൾ മുഴുവൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ കാര്യത്തിൽ എല്ലാവരുടെയും വോട്ട് കിട്ടാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ഞാൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റ വോട്ടും പോകുന്നില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇവിടെ വളരെ സജീവമായി. ഒറ്റ വോട്ടും പോകില്ല. താമര ചിഹ്നം കണ്ടാൽ വോട്ട് ചെയ്യാത്ത ഒരു ഭാരതീയ ജനതാ പാർട്ടിക്കാരനുമില്ല. താമര ചിഹ്നമാണ് എൻ്റെ ചിഹ്നം. അത് ഇന്ത്യയുടെ അഭിമാന ചിഹ്നമാണ്. BJPയുടെ നിർണായക ശക്തിയാകും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പിന്നെ BJPയുടെ ഒരു ചുവടുറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ വിജയം പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അതാണല്ലോ പറയേണ്ടത്. ഞങ്ങൾ വിജയം പ്രതീക്ഷിക്കുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സെമി കഴിഞ്ഞു. ഇനി ഫൈനലിന് മുൻപ് തദ്ദേശ രൂപത്തിൽ ഒരു മത്സരമുണ്ട്. സമവാക്യങ്ങളോ ചിത്രങ്ങളോ ഒന്നും ഇങ്ങനെയാകണമെന്നില്ല. പക്ഷേ സെമിയിൽ ജയിച്ച UDFന് ഫൈനലിൽ കളിക്കാനുള്ള ആവേശം നൽകുന്നുണ്ട് നിലമ്പൂർ. ആ മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന, അതും പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളിന് കിട്ടിയ വോട്ട് തീരെ കുറവല്ല. അതുകൊണ്ട് ഇടതുപക്ഷവും അവിടെ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല. ഇടതുപക്ഷം സാങ്കേതികമായി തോറ്റെന്ന് പറഞ്ഞാലും അവർക്ക് അഭിമാനകരമായ വോട്ട് നേടുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അൻവറിനും അഭിമാനകരമായ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിജയിച്ചു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം.
ഉറപ്പിച്ചവർ ഇനിയൊന്ന് ചിന്തിക്കാതിരിക്കില്ല. ഇനിയുള്ള നേരം ഫൈനലിനുള്ള ഒരുക്കത്തിൻ്റെതാണ്. മോഹക്കപ്പ് മോഹിച്ചവർ തിരിച്ചു പിടിക്കുമോ അതോ പഴയ കൈകളിൽ വീണ്ടും ഭദ്രമാകുമോ?